കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സർക്കംസിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പെരിന്തൽമണ്ണക്കാരിയായ ഒരു സിസ്റ്ററാണ് അത് അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ച്, നിനക്ക് പെരിന്തൽമണ്ണത്ത് MLA അറിയുമോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പേരറിയുമോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അതെൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇതെന്താണ് നിനക്ക് അവിടുത്തെ MLA അറിയില്ലേ? 32 വോട്ടിൽ നിന്ന് ഇപ്പം 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLA അറിയില്ലേ? വോട്ട് ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ ഒരു IAS അക്കാഡമി തുടങ്ങിയത് അറിയുമെന്ന് ചോദിച്ചു. അതറിയാമെന്ന് പറഞ്ഞു. ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെയൊന്നും ആരും ഓർക്കൂല. നമ്മൾ മനുഷ്യർക്ക് ഉപകാരപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആൾക്കാർ ഓർക്കും എന്നുള്ളതാണ്. ലോകത്ത് എത്ര മന്ത്രിമാർ, MLA അല്ലേ, എന്തൊക്കെ ചെയ്തു പോയി. ഇതൊന്നും പേരുകൾ നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല. ഇന്നത്തെ ന്യൂ ജനറേഷനോട് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പോലും അറിയാത്തൊരു കാലമാണത്. ഇപ്പം കുറേയൊക്കെ റീൽസും മറ്റേതും വരുന്നതുകൊണ്ട് അറിഞ്ഞു തന്നിരിക്കാം, എന്നാലും അറിയാത്തൊരു കാലമാണ്. ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം എന്ന വ്യക്തിയല്ല ഇവിടെ ഹീറോ. നാം മറ്റു മനുഷ്യർക്ക് സൃഷ്ടിക്കുന്ന, അവരിലുണ്ടാക്കുന്ന പ്രഭാവങ്ങൾ, അവർക്ക് നൽകുന്ന കാരുണ്യം, അവർക്ക് നൽകുന്ന മഹത്തായ ഉപകാരങ്ങൾ, ഇതൊക്കെ തന്നെ ആൾക്കാർ ഓർക്കുള്ളൂ. അതുകൊണ്ട് പെരിന്തൽമണ്ണക്കാരിയെ ആ സിസ്റ്റർ അവിടെ വെച്ച് ചെയ്ത ആ ഒരു നല്ല കാര്യം ഓർത്തു, വ്യക്തിയെ ഓർത്തില്ല. വ്യക്തികളോട് ഓർക്കപ്പെടേണ്ടതും, വ്യക്തികൾ അപ്രസക്തമാണ്. പദവികളിലേക്ക് ചില വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടുന്നേ ഉള്ളൂ. ആ പദവികൾ മനോഹരമാക്കാൻ ആ വ്യക്തികൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബൈ.